Hello everyone, welcome to the second video lecture on Laplace transforms. This will be in Malayalam. In order to watch this in English, please click the link available in the description. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇൻട്രൊഡക്ഷൻ ടു ലാപ്ലാസ് ട്രാൻസ്ഫോമും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോംസും അതുപോലെ തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്നുള്ളതിൻ്റെ ഒരു ഫോർമുല, ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയാണ് ഇൻ്റഗ്രൽ 0 to ∞ e raised to - st എഫ് ഓഫ് ടി dt എന്നുള്ളത്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഡിഫറെൻറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോംസ് കണ്ടിരുന്നു. പ്രധാനമായിട്ടും ടി റേസ് ടു n ലാപ്ലാസ് ട്രാൻസ്ഫോം n ഫാക്ടോറിയൽ ബൈ s raised to n+1 ആണ്. അതൊരു സൈൻ എ ടിയുടെ കോസ് എ ടിയുടെ സൈൻ എച്ച് എ ടി കോസ് എച്ച് എ ടി ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്കിനി പല പ്രോബ്ലംസും ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ എൽ ഓഫ് ടി സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും. എൽ ഓഫ് ടി റേസ് ടു n നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഓഫ് ടി സ്ക്വയർ എന്തായിരിക്കും? 2 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 2+1 അല്ലേ? അതായത് 2 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 2+1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 3. സോ വിച്ച് മീൻസ് 2/s³ എന്നുള്ളതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ. ഈ ടേബിൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 4t കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇ റേസ് ടു 8t നമുക്കറിയാം, 1/s - a. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? അത് 1/s - 4 എന്നുള്ളതായിരിക്കും. ഇനി കുറച്ചുകൂടി ഒന്നിലധികം ടേംസ് ഉള്ള ഫംഗ്ഷൻസിൻ്റെയും നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇപ്പോൾ എൽ ഓഫ് കോസ് ടി മൈനസ് സൈൻ ടി, അപ്പോൾ കോസ് എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം, സൈൻ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം. അപ്പോൾ ഇതൊന്ന് വേർതിരിച്ച് കഴിഞ്ഞാൽ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒന്ന് വേർതിരിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൽ ഓഫ് കോസ് ടി, അതായത് s/s² + 1² എന്നുള്ളതിന് വരെ നമുക്ക് 1 എഴുതിയാൽ മതി, മൈനസ് എൽ ഓഫ് സൈൻ ടി എന്ന് പറയുമ്പോൾ അതായത് 1/s² + 1². സോ ദ ഫൈനൽ ആൻസർ ഈസ് s - 1/s² + 1. ഇനി ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ നേരെ തിരിച്ചു ചോദിക്കാൻ പോവാണ്. ഈ ടേബിളിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് 1/s² ആൻസർ വരുന്ന എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 1/s² വരുന്നത് ഈ ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഓഫ് ടി ആണ് 1/s² എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ 1/s - 7 വരുന്നത് എപ്പോഴാണ്? നമുക്ക് കാണാൻ പറ്റും 1/s - a വരുന്നത് e raised to 8t വരുമ്പോഴാണ്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം e raised to 7t ആണ് 1/s - 7 വരുന്നത്. മറ്റൊന്ന്, ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. നമുക്ക് കാണാൻ പറ്റും a/s² + a² അല്ല, a/s² - a² ഫോമിലാണ് ഉള്ളത്, അതായത് സൈൻ എച്ച് എ ടി. അപ്പോൾ ഇവിടെ എക്ക് പകരം ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ എച്ച് എ ടി എന്നുള്ളതാണ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ഇതൊക്കെയാണെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ എഴുതുന്നത് ഇങ്ങനെയൊന്നുമല്ല ഈ ചോദ്യം. അതായത് നമുക്ക് പറയാൻ പറ്റുന്നത് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഓഫ് ടി 1/s² ആണ് നമുക്ക് പറയാൻ പറ്റും. ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ e raised to 7t എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s - 7 എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എച്ച് എ ടി, എൽ ഓഫ് സൈൻ എച്ച് എ ടി അങ്ങനെയാണെങ്കിൽ സൈൻ എച്ച് എ ടി = എൽ ഇൻവേഴ്സ് ഓഫ് 5/s² - 25. ഇതാണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അതായത് ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ നമുക്ക് സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് എഴുതാൻ പറ്റും. എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. വൺസ് ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയുന്ന പോലെ തന്നെയാണ് എൽ ഇൻവേഴ്സ് ഓഫ് a into capital F of s into b in g of s is equal to into L plus. അവിടെ a നമുക്ക് പുറത്തെടുക്കാൻ പറ്റും, പ്ലസ് ബി പുറത്തെടുത്ത് b into L inverse of g of s എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ച് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാം. കാരണം എന്താണ്? ഈ പ്രോബ്ലത്തിൽ നമുക്ക് വേർതിരിക്കാം. ഈ പ്രോബ്ലത്തിന് എങ്ങനെയാണ്? എൽ ഇൻവേഴ്സ് ഓഫ് s/s² - 4 എന്നും മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 4/s² - 4 എന്നും നമുക്ക് ഇതിനെ വേർതിരിക്കാം. ഇതിൽ ആദ്യത്തെ ഫോം എൽ ഇൻവേഴ്സ് ഓഫ് s/s² - 4 തൊട്ട് മുമ്പത്തെ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി പരിചിതമാണെന്ന് കാണാം. s/s² - 4 എന്ന് പറഞ്ഞാൽ s/s² - 2² എന്നാണ്. അതായത്
എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 4, അതായത് 2 സ്ക്വയർ എന്നുള്ളത് ഏതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നു? അത് കോസ് എച്ച് എ ടി, അതായത് കോസ് എച്ച് 2t ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നു. അതേപോലെ തന്നെ 4/s² - 4, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനത്തെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടിട്ടില്ല. പകരം 2/s² - 4 എന്നുള്ളതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം. അത് സൈൻ എച്ച് 2t ആണ്. അപ്പോൾ അവിടെ 4 ഉണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവിടെ 2 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ 2 എന്ന് കൊടുക്കുന്നു, പകരം ഒരു പുറത്തൊരു 2 അതിനെ കോമ്പൻസേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ പറയുന്ന പ്രോബ്ലം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം? ഇത് എൽ ഇൻവേഴ്സ് ഓഫ് s/s² - 4ൻ്റെ ഓൾറെഡി ആൻസർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, കോസ് എച്ച് 2t മൈനസ് ഞാനൊരു 2 പുറത്തെടുത്തിട്ടുണ്ട്, അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഉള്ള ഭാഗത്തിനെ നമുക്ക് സൈൻ എച്ച് 2t എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് പ്രോബ്ലം വളരെ ഈസിയാണ്, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു ആദ്യം എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ നമുക്ക് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇതിന് നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് s/s² + 25 എന്ന് ആദ്യത്തെ ഭാഗം എഴുതാം. അതുപോലെ തന്നെ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 25 എന്ന് എഴുതാം. ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോംസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. തൊട്ട് മുമ്പത്തെ ടേബിൾ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ പറയുകയാണ്. എൽ ഇൻവേഴ്സ് ഓഫ് s²/5² എന്ന് പറഞ്ഞാൽ അത് കോസ് 5t ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അതുപോലെ തന്നെ എൽ ഇൻവേഴ്സ് ഓഫ് നമുക്കറിയാം 1/s² + 5² നമ്മുടെ കയ്യിലില്ല, പകരം നമ്മുടെ കയ്യിൽ 5/s² + 5² ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണത്? അത് സൈൻ 5at എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു 5 കുറവുണ്ട്. ആ 5 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ? നമുക്ക് ആ 1ന് പകരം അവിടെ 5 ആയിരുന്നെങ്കിൽ നമുക്ക് ആൻസർ കാണാം എന്നാണ് പറയുന്നത്. സോ ആ 1ന് പകരം ഞാൻ അവിടെ 5 കൊടുക്കുന്നു. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1/5 അത് നമുക്കത് പുറത്തെടുക്കാം. അപ്പോൾ 1/5 ഇൻറ്റു എന്നുള്ള രീതിയിൽ അത് മാറ്റി എഴുതി. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും? ഇത് എൽ ഇൻവേഴ്സ് ഓഫ് s/s² + 25 നമുക്ക് കോസ് 5t മറ്റത് 1/5 പുറത്തെടുത്തിട്ടുള്ള സൈൻ 5t ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി. അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ പിന്നീട് ചെയ്താൽ മതിയാവും. മറ്റൊരു പ്രോബ്ലം 1/s⁴. വളരെ ക്വിക്കായിട്ട് നമുക്കിത് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല, എന്നാൽ കൂടി എൽ ഓഫ് t⁻n നമുക്ക് അറിയുന്നതാണ്. അത് n⁴/s⁴n+1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ t⁻n ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് n⁴/s⁴n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് t⁻n ആയിരിക്കണം. അപ്പോൾ ആ ഫോമിലാണോ ഈ ചോദ്യം നോക്കാം? അല്ല, നമുക്കതിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. എൽ ഇൻവേഴ്സ് ഓഫ് അത് 1/s⁴ അല്ലെങ്കിൽ 3+1 എന്നുള്ളതിന് പകരം എനിക്കൊരു n⁴ മുകളിൽ വേണം. അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് എത്രയാണ്? 3 ആണ് വേണ്ടത്, ശരിയല്ലേ? അപ്പോൾ അവിടെ ഞാൻ 1 മാറ്റി പകരം അവിടെ 3 എന്ന് ചേർക്കുകയാണ്. ആ 3 ഞാൻ ചേർത്ത ഉടൻ തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/3 ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതെനിക്ക് പുറത്ത് എഴുതാൻ പറ്റും. അപ്പോൾ ആ 1/3 എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് അറിയുന്ന രീതിയിൽ ഒക്കെ നമുക്ക് മാറ്റിക്കഴിഞ്ഞു. അതായത് വിച്ച് ഈസ് 1/3 ഇൻറ്റു എന്താണ് എൽ ഓഫ് n⁴/s⁴n+1 എന്ന് പറഞ്ഞാൽ അത് t⁻³ ആണ്. 1/3 നമുക്കറിയാം 6 ആണെന്നറിയാം, അതുകൊണ്ട് തന്നെ 1/6 × t³. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരുന്നു. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നത് 1/s⁴ s+1 × s+2. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ട ആ ഫംഗ്ഷനെ ഞാൻ ക്യാപിറ്റൽ f(s) എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ f(s) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s/s+1 × s+2 ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ മെത്തഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉപയോഗിച്ചിട്ട് ഇതിനെ a/s + b/s+1 + c/s+2 ഇതെങ്ങനെ എഴുതുന്ന അറിയില്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ലെക്ചർ ഉണ്ട്, അത് നിങ്ങൾ കാണേണ്ടി വരും. ഇനി ഈ ABC എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് ത്രൂ ഔട്ട് ഈ പറയുന്ന രണ്ട് ഭാഗത്തും s × s+1 × s+2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. വലത് ഭാഗത്ത് s ക്യാൻസൽ ചെയ്ത് ബാക്കി a × s+1 × s+2, അതുപോലെ b ഇൻറ്റു അവിടെ s+1 ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി s × s+2 ആയി, c ഇൻറ്റു അവിടെ
എസ് പ്ലസ് ടു ക്യാൻസൽ ചെയ്ത് പോയി പക്ഷേ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് കൂടി എന്ന് മാത്രമായി മാറും അത്. ഇനി ഇതിൽ നിന്ന് എ ബി സി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് നിങ്ങൾ എസ് ഇസിക്കൽ 0 ആണെന്ന് അസ്യൂം ചെയ്യാം, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 1 ആണ്, വലതുവശത്തുള്ള രണ്ട് ടേമുകൾ നമുക്ക് കാണാൻ പറ്റും 0 ആണ്. അപ്പോൾ എ എന്നുള്ളതിൻ്റെ ഭാഗം മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കി രണ്ട് ടേംസും 0 ആണ്. സോ നമുക്ക് കാണാൻ പറ്റും 1 ഇസിക്കൽ 2a എന്ന് കിട്ടി. എസ് ഇസിക്കൽ -1 അത് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി നോക്കി ചെയ്യേണ്ടതാണ്. എസ് ഇസിക്കൽ -1 ഇടതുവശത്ത് 1 ആണ്, വലതുവശത്തുള്ള ആദ്യത്തെ ടേമും മൂന്നാമത്തെ ടേമും 0 ആയിട്ട് പോയി. രണ്ടാമത്തെ ടേമിൽ നമുക്ക് 1 ഇസിക്കൽ ടു -b എന്ന് കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എസ് ഇസിക്കൽ -2 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ട് ടേം, ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും 0 ആയിട്ട് പോയി. മൂന്നാമത്തെ ടേമിൽ നമുക്ക് 1 ഈക്വൽ ടു 2c എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എ ബി സിയുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. ഇതിനെ സംബന്ധിച്ച് വേറൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മതിയോ, അതിനു വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഈ എ ബി സി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള എ ബി സി മാറ്റി അവിടെ പുതിയ വാല്യൂസ് 1/2 -1ഉം 1/2 നമുക്ക് കൊടുക്കാം. വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് ദി റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. അവിടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോൺസ്റ്റന്റുകൾ പുറത്തെടുക്കാം, 1/2 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1/s ആക്കാം, മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 ആക്കാം, അതുപോലെ 1/2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 2 ആക്കാം. ഇതിലെ ഈ ഓരോ ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ആ ടേബിളിൽ നോക്കി വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1/sന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം 1 ആണ്. 1/s പ്ലസ് 1 ഇൻവേഴ്സ് ട്രാൻസ്ഫോം ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക, അത് e⁻t ആണ്. അതുപോലെ 1/s പ്ലസ് 2ൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക, അത് e⁻2t ആണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിയുന്നതോടുകൂടി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുകയാണ്. അപ്പോൾ ഇത് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. നമുക്ക് കാണാൻ പറ്റും എല്ലാ പ്രോബ്ലംസും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചില ആൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ എൽ ഇൻവേഴ്സ് ഓഫ് 2/s-2 ഹോൾ ക്യൂബ്. ഇത് കണ്ടുപിടിക്കാൻ നിലവിൽ നമുക്ക് മെത്തേഡൊന്നുമില്ല. ഈ ചോദ്യം എൽ ഇൻവേഴ്സ് ഓഫ് 2/s³ ആയിരുന്നെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു, അല്ലേ? കാരണം ഇത് n⁻s⁻n+1 ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം. ഇത് എന്ന് പറഞ്ഞാൽ t², എൽ ഇൻവേഴ്സ് ഓഫ് 2/s³ എന്ന് പറഞ്ഞാൽ t² എന്ന് നമുക്കറിയാം. അപ്പോൾ അത് നിലവിൽ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, യഥാർത്ഥ പ്രോബ്ലത്തിൻ്റെ ആൻസർ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഇവിടെ യൂസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എഫ്-ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് s-യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് പറയാൻ പറ്റും. ഒന്നുകൂടി പറയാം, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ അത് അങ്ങനെയാണ്, e⁻0 to infinity e⁻st f(t) dt ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് s-യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എസിന് പകരം s-a കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി? e⁻s പകരം s-a. സോ e⁻s-a ഇൻറ്റു t f(t) dt. ഇതിൽ ആ e⁻at എന്നുള്ളത് നമുക്ക് കുറച്ച് മാറ്റി വെച്ച് സംസാരിക്കാം. അതായത് ഇൻ്റഗ്രൽ 0 to infinity e⁻st-യും മറ്റതിന് e⁻at എന്ന് ഞാൻ വേർതിരിക്കുകയാണ്. സോ e⁻st ഇൻറ്റു e⁻at ഇൻറ്റു f(t) dt. ഇനി നമുക്ക് തൊട്ട് മുമ്പത്തെയും ഇതും ഈ രണ്ട് ഫോമുകളൊന്ന് കമ്പയർ ചെയ്യാം. നേരത്തെ കാണിച്ചത് പ്രകാരം f(t)യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? e⁻at f(t)യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് s-a എന്ന് പറയുന്നത്. അതായത് എസിൽ നിന്ന് s-aയിലേക്കുള്ള ഷിഫ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു e⁻at ആ ഒറിജിനൽ ഫംഗ്ഷൻ്റെ കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദിസ് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു f(t). കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി, ദെൻ വി ക്യാൻ സേ ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് s-a ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എൽ ഓഫ് e⁻at ഇൻറ്റു f(t). അതായത് ഇവിടെ എസിൽ നിന്ന് s-aയിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്? e⁻at എന്നുള്ളത് ആ ഒറിജിനൽ ഫംഗ്ഷൻ്റെ കൂടെ ചേർത്തിട്ടാണ്. അതായത് ഒരു -a ഷിഫ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു +a, അതായത് e⁻+at ആണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് തൊട്ടുമുമ്പത്തെ പ്രോബ്ലം
കുറച്ച് ഈസി ആയിട്ട് ഇനി ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നോക്കാം, എൽ ഇൻവേഴ്സ് ഓഫ് 2/s³ എന്ന് പറഞ്ഞാൽ t² ആണ്. ഈ ചോദ്യത്തിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലേക്കുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ എസ് നിന്ന് s-2ലേക്കുള്ളതാണ് ചേഞ്ച്. അതായത് -2 ആണ് ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ആൻസറിൽ നിന്നും തന്നിട്ടുള്ള ചോദ്യത്തിലേക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ t² കൂടെ ഒരു e⁻²t എന്നുള്ളൊരു വ്യത്യാസമാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് കൃത്യമായിട്ട് എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എൽ ഇൻവേഴ്സ് ഓഫ് 2/s-2 the whole cube. ഇനി that is equal to, you can change the problem into e⁻²t into L inverse of 2/s³. അപ്പോൾ ഒരു e⁻²t നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചോദ്യം ഇങ്ങനെ ആക്കി മാറ്റാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ ആൻസർ e⁻²t into t² എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദ്യത്തിനെ ഈ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയുന്ന പല പ്രോബ്ലംസും പല ഫോർമുലകളും ഇനിയും അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത പ്രോബ്ലം, ഇവിടെ നമുക്ക് കാണാൻ പറ്റും s+2/s+2² + 1. അവിടെ മുകളിലും താഴെയും ഒരു s+2 ഉണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിനെ നമുക്ക് s/s²+1ലേക്ക് എങ്ങനെ മാറ്റാം? ആ ഒരു +2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു -2t എന്നുള്ള രീതിയിൽ ഒരു ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിന് നമുക്ക് e⁻²t into s/s²+1. അവിടെ എസ് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ s+2 ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കതിനെ എസ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്നത്. ഇനി ഈ എൽ ഇൻവേഴ്സ് ഓഫ് s/s²+1 നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. കാരണം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എൽ ഇൻവേഴ്സ് ഓഫ് s/s² ആണ്. അത് cos 80 ആണ്. അവിടെ എക്ക് പകരം 1 ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ വരുന്നത് e⁻²t into cos 1t, അതായത് cos t. ഇനി അടുത്ത പ്രോബ്ലം നോക്കിയേ, അവിടെ മുകളിലും താഴെയും എസ് ഒരുപോലെയല്ല ഇരിക്കുന്നത്. അതിൻ്റെ താഴെ s-1 ആണെങ്കിൽ മുകളിൽ എസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് രണ്ട് ഭാഗങ്ങൾക്കും ഒരേ രീതിയിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ ഒരു s-1 വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി തന്നെ മുകളിൽ ഒരു s-1ഉം +1ഉം കൊടുത്തു. ഇപ്പോൾ ഈ പ്രോബ്ലത്തിന് നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് s-1/s-1² -4. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മുകളിലും താഴെയും എസ് അപ്പിയർ ചെയ്തിരിക്കുന്നത് s-1 എന്നുള്ള രീതിയിലാണ്. ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിലും അതുപോലെ തന്നെ എസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത് s-1 ഫോമിലാണ് ഉള്ളത്. ഇനി ഇതിലെ ആദ്യ ഭാഗത്തിൻ്റെ ആൻസർ ഈ പറയുന്ന s-1/s-1² -4 എന്നുള്ളതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് കാണാൻ പറ്റും. ഈ ചോദ്യത്തിന് നമുക്ക് s-ന് പകരം എസ് എന്നുള്ള രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ആ -1ന് കറസ്പോണ്ടിങ് ആയിട്ട് e⁻+1t എന്നുള്ള ഒരു ചേഞ്ച് കൊടുത്താൽ മതി. അതായത് ആ ചോദ്യത്തിന് നമുക്ക് e⁻t into s/s² -4. അപ്പോൾ s-1ന് നമ്മൾ s എന്ന് മാറ്റാൻ എന്താ ചെയ്തത്? e⁻t കൊണ്ട് e⁻t എന്നുള്ള ഒരു പ്രിഫിക്സ് അവിടെ ചേർത്തു. ഇനി ഈ ഓൾറെഡി എൽ ഇൻവേഴ്സ് ഓഫ് s/s² -4 നമുക്കറിയാം. കാരണം എന്താ? അതിന് ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം s/s² - a². അത് ഓൾറെഡി നമുക്കറിയാം, അത് cos 80 ആണ്. അവിടെ എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ e⁻t cos 2t. ഇനി നമ്മുടെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം, 1/s-1² -1. ഇവിടെ നമുക്ക് കാണാൻ പറ്റും s-1ന് പകരം നമുക്ക് s റീപ്ലേസ് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ s-1 ഉണ്ടോ അവിടെയൊക്കെ s റീപ്ലേസ് ചെയ്യാം. കറസ്പോണ്ടിങ് ആയിട്ട് -1 എന്നുള്ളതിന് പകരം e⁻+1t, അതായത് e⁻1t എന്ന് കൊടുത്താൽ മതിയാവും. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനെ ഈ രീതിയിൽ മോഡിഫൈ ചെയ്യാം, e⁻t into L inverse of 1/s² -4. ഈ ഭാഗത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഏതാ? ഓൾറെഡി ഈ രൂപത്തിൽ നമുക്കില്ലെങ്കിലും നമുക്കറിയാം L ഇൻവേഴ്സ് ഓഫ് a/s² - a² എന്ന് പറഞ്ഞാൽ sin 80 ആണ്. പക്ഷെ അവിടെ മുകളിലൊരു a വേണം. അപ്പോൾ ഇവിടെ എക്ക് വാല്യൂ 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോദ്യത്തിൽ എങ്ങനെ മാറ്റാം? ആ 1ന് പകരം അവിടെ 2 ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു 2 ആഡ് ചെയ്യുന്നു, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 പുറത്തിടുന്നു. ഇപ്പോൾ ആ ചോദ്യം sin 80യുടെ സ്റ്റാൻഡേർഡ് ഫോമിന് തുല്യമായി. സോ യു ഹാവ് e⁻t/2 into sin 80t. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഐ ക്യാൻ ഹാവ് ദി ഫൈനൽ ആൻസർ e⁻t into cos 2t plus
e raised to t by 2 into sin h to t. ഇപ്പോൾ നമ്മൾ കണ്ടത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്കിനി ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കണ്ടു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ നമ്മൾ എഴുതും എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇക്വൽ എഫ് ഓഫ് ടി എന്ന് എഴുതും. അതുപോലെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എഫ് ഓഫ് എസ് മൈനസ് എയിലേക്ക് ഒരു മൈനസ് എ ആണ് ഒരു ഷിഫ്റ്റ് വരുന്നതെങ്കിൽ ഫംഗ്ഷനിൽ എഫ് ഓഫ് ടി എന്ന് ഇ റേസ് ടു എ ടി എന്നുള്ള ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവും. ഇത് ഉപയോഗിച്ച് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ചില ഫംഗ്ഷൻസിന്. ഫോർ എക്സാമ്പിൾ എൽ ഓഫ് ടി സ്ക്വയർ 2 ബൈ എസ് ക്യൂബ് ആണെങ്കിൽ എൽ ഓഫ് 3t ഇൻറ്റു ടി സ്ക്വയർ എന്താണ്? അവിടെ ഇ റേസ് ടു പ്ലസ് 3t ആണ്. ആ പ്ലസ് 3t കറസ്പോണ്ടിങ് ആയിട്ട് എസ്സിൽ ഒരു -3 എന്നുള്ളൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നാൽ മതിയോ. അതായത് എസ് മൈനസ് 3 ഹോൾ ക്യൂബ് 2 ബൈ എസ് മൈനസ് 3 ഹോൾ ക്യൂബ്. ഇത് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 3-4 പ്രോബ്ലംസ് ഞാനിവിടെ തരുന്നു. അപ്പോൾ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദീസ് ആൻസേഴ്സ്. അപ്പോൾ അതിലിപ്പോൾ 27ാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള അതിൻ്റെ വീഡിയോ കാണുക. അതുപോലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.